കുട്ടപ്പൻ. കാറ്റാടിക്കുന്ന ഗ്രാമത്തിലെ ചെറിയൊരു കുടിലാണ് കമലമ്മായി താമസിച്ചിരുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കമലമ്മായിക്ക് ബന്ധുക്കാരായി ആരും ഉണ്ടായിരുന്നില്ല. എന്നും അതിരാവിലെ എണ്ണീറ്റ് അപ്പമുണ്ടാക്കി ഗ്രാമത്തിലെ ചന്തയിൽ വിറ്റാണ് അമ്മായി ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ ചന്തയിൽ വിൽക്കേണ്ട അപ്പം കുട്ടയിലാക്കി അമ്മായി പുറപ്പെട്ടു. ചന്തയിൽ ചെന്ന് അമ്മായി കുട്ടയിൽ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. തന്റെ കുട്ടയിലെ അപ്പങ്ങൾ കുറഞ്ഞിരിക്കുന്നു. വളരെ വിഷമത്തോടെ തന്റെ കയ്യിൽ ബാക്കിയുള്ള അപ്പങ്ങൾ ചന്തയിൽ വിറ്റ ശേഷം നിരാശയോടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസവും ഇത് തന്നെ സംഭവിച്ചു. ഞാൻ എന്നും രാവിലെ കുട്ടയിൽ അപ്പം നിറച്ചു വെച്ചാണ് ചന്തയിലേക്ക് പോകുന്നത്. വഴിയിൽ ഒരിടത്തും ഈ കുട്ട നിലത്തും വെക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെയും ഇത് കണ്ടെത്തണം. പിറ്റേന്ന് അപ്പവുമായി ചന്തയിലേക്ക് പുറപ്പെട്ട അമ്മായിയുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു. കാരണം കുട്ടയുടെ മുകളിൽ അടുക്കിയിട്ടുള്ള അപ്പങ്ങളിൽ അമ്മായി എന്തോ സൂത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അന്നും അമ്മായി ചന്തയിൽ ചെന്നപ്പോൾ അപ്പങ്ങളിൽ കുറവുണ്ടായിരുന്നു. അമ്മായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നവൻ പെട്ടത് തന്നെ. കുട്ടയിൽ ബാക്കി വന്ന മായം കലരാത്ത അപ്പങ്ങൾ വിറ്റ ശേഷം അമ്മായി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. വഴിമധ്യേ ദാ കിടക്കുന്നു അപ്പക്കള്ളൻ നിലത്ത്. അമ്മായി ചെറുപുഞ്ചിരിയോടെ അവനെ എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ അമ്മായി അവനെ കൂട്ടിലിട്ടു. നേരം സന്ധ്യ ആയപ്പോൾ കാക്കയ്ക്ക് ബോധം വന്നു. ഇത് കണ്ട അമ്മായി കാക്കയുടെ അടുത്തെത്തി. എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല. ശരി, ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഇന്നു മുതൽ നീ എന്റെ കൂടെ കൂടാമോ, എന്റെ കാക്കക്കുട്ടപ്പനായി? കാക്കക്കുട്ടപ്പന്റെയും കമലമ്മായിയുടെയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, എല്ലാരും കാക്കക്കുട്ടപ്പന് ഒരു ലൈക്ക് കൊടുത്തേ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ. ബൈ ബൈ ഫ്രണ്ട്സ്.